ആദാബ്. ഇന്ന് നമുക്ക് അഹമ്മദ് ഫറാസിന്റെ ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഷായറാണ് അഹമ്മദ് ഫറാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗസൽ നോക്കാം. സുനാ ഹെ ലോഗ് ഉസേ ആങ്ക് ഭർ കെ ദേഖ്തേ ഹെ എന്ന് തുടങ്ങുന്ന റൂമാനി ഗസലാണ്. നോക്കാം. अहमद फराज का शुमार उर्दू के एक मशहूर റുമാനി ഷായറോं में होता है. അപ്പൊ അദ്ദേഹം ഉറുദുവിലെ ഒരു ജദീദ് मॉडर्न उर्दू റൊമാൻറ്റിക് പോയറ്റ് में उनका शुमार होता है. അദ്ദേഹം റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു എന്നർത്ഥം. सईद अहमद शाह नाम और फराज तखल्लुस रखते थे. वो उनका पूरा नाम, उनका असल नाम शहीद सईद अहमद शाह और फराज उनका तखल्लुस था, आलमी नाम था. जो 12 जनवरी 1931 ईस्वी के नौशहरा में पैदा हुए. നൗഷഹറ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ പൈതായിഷ്. ഇബ്തിദായി താരിഖ് കൊഹാട്ട് से हासिल की. കൊഹാട്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക പ്രൈമറി एजुकेशन. पेशावर के मशहूर से बीए की तालीम और पेशावर यूनिवर्सिटी से उर्दू और फारसी में एमए किया. इതൊക്കെയാണ് അദ്ദേഹത്തിന്റെ क्वालिफिकेशंस. उन्होंने अपनी जिंदगी में कई मुलाजिमतें की. വ്യത്യസ്തമായ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. പഹലെ റേഡിയോ പാകിസ്ഥാൻ പെഷാവർ से वाबस्ता हुए. ആദ്യം അദ്ദേഹം റേഡിയോ പാകിസ്ഥാൻ പെഷാവർ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. फिर वहाँ की इस्लामिया कॉलेज में लेक्चर हुए. പിന്നീട് അവിടുത്തെ ഇസ്ലാമിയ കോളേജ് ലെക്ചറായി. बाद में कई बड़े उहदों पर फाइज रहे. വ്യത്യസ്തമായ ഉന്നത സ്ഥാനങ്ങളും പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. लेकिन एक आजाद ख्याल शायर को इन उहदों से कोई दिलचस्पी नहीं. അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും एक आजाद ख्याल, ഒരു സ്വതന്ത്ര ചിന്താധികാരനായിട്ടുള്ള ഒരു പോയറ്റ്, ഒരു വ്യക്തി, वो किसी एक जगह पर वो नहीं रह सकते. उनके अपने अपने जो ख्यालात है उसको पनपने का मौका हमेशा मिलना चाहिए. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും അതിന് അവസരം കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താ വെച്ചാല് ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹം താല്പര്യമില്ലായിരുന്നു. ഒരു സ്വതന്ത്ര ചിന്താധികാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം उन्होंने शेर और शायरी को अपना मैदान बनाया. അദ്ദേഹം ഈ ഒരു പ്രൊഫഷനിലേക്ക് അപ്പുറം അദ്ദേഹം ഷീർ ഷായരി को उन्होंने अपना मैदान बनाया. ഷീർ ഷായരിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഏരിയ ആയിട്ട്, ഫീൽഡ് ആയിട്ട് തെരഞ്ഞെടുത്തത്. अहमद फराज को बचपन से ही शायरी का शौक था. അദ്ദേഹത്തിന് बचपन से ही ഷീർ ഷായരി से लगाव दी, मोहब्बत दी. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ഷായരിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. वो अपने मुल्क के सियासी हालात से बेचैन थे. അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അതിൽ അദ്ദേഹത്തിന്റെ ആകെ കൂടി ഭയങ്കര ബേച്ചൈൻ്റെ അസ്വസ്ഥമായിരുന്നു. എഹ്തിജാജ് ഉൻകി ഫിത്രത്ത് में शामिल था. അപ്പൊ ഇതിനോടൊക്കെയുള്ള ഒരു എഹ്തിജാജ്, പ്രതിഷേധം, ഉൻകി ഫിത്രത്ത് में शामिल था. അദ്ദേഹത്തിന്റെ നേച്ചർ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. वो दबे कुछ मुस्लिमों और बेकसों की आवाज बनकर सामने आए. അദ്ദേഹം എപ്പോഴും ആളുകൂടെ നിൽക്കാറുള്ള ദബെ കുച്ചിലെ മസ്ലൂമോക്കി, പാവപ്പെട്ട, ആക്രമിക്കപ്പെട്ട എന്ന് വെച്ചാൽ അധസ്ഥിതരായിട്ടുള്ള, അവരെ നിരാശ്രരായിട്ടുള്ള ആളുകളുടെ സ്വരമായിട്ടായിരുന്നു അദ്ദേഹം ഉയർന്നു വന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു, എന്ന് വെച്ചാൽ തർജ്ജമാനായിട്ട്, അവരുടെ ഒരു വക്താവായിട്ടാണ്, എന്നുവെച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം മുമ്പോട്ട് വന്നത്. ബാനു കെ നാം ഉൻകി ഏക് ഐസി നസ്മ ഹെ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു നസ്മാണ്, മഷൂർ നസ്മാണ് ഇത്, ബാനു കെ നാം ഉൻകി ഏക് ഐസി നസ്മ ഹെ. അപ്പൊ ഇവിടെ ചോദ്യം ഇങ്ങനെ ചോദിച്ചേക്കാം, ബാനു കെ നാം കിസ്കി മഷൂർ നസ്മ ഹെ എന്നുള്ളത്. അപ്പൊ ഈ നസ്മിൽ എന്താണുള്ളത്? जिसमें एक मजलूम बेबस औरत के दुख और दर्द को इनके सामने पेश किया है. अब ചോദ്യം ചോദിച്ചേക്കാം, उसमें क्या पेश किया गया है? एक मजलूम बेबस औरत के दुख दर्द को, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഒരു നിരാശ്രരായിട്ടുള്ള ഒരു സ്ത്രീയുടെ ദുഃഖ കഥകളാണ് അതിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. എഹ്തിജാജി, ഇൻഖിലാബി, റുമാനി, അലാമതി, തമാം കിസ്म की शायरी की. അദ്ദേഹം
ഇഹ്തിജാജി റവല്യൂഷണറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻകലാബി റവല്യൂഷണറി ആയിട്ടുള്ള, ഇഹ്തിജാജിനെ പ്രതിഷേധസ്വരമായിട്ടുള്ള, റുമാനി എന്ന് വെച്ചാൽ റൊമാൻറ്റിക് ആയിട്ടുള്ള, അലാമത്ത് സിംബോളിക്കൽ ആയിട്ടുള്ള തമാം കിസ്म की शायरी उन्होंने की. ഇങ്ങനെയുള്ള എല്ലാ കവിതകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. उनके कलाम की तलखियों और सच्चाइयों से तंग होकर हुकूमत वक्त ने उन्हें जिलावतन किया. അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഷേധങ്ങള്, ഈ രൂപത്തിലുള്ള രൂപങ്ങള്, ഈ രൂപത്തിലുള്ള തൽഖിയോ സച്ചായിയോ സെ തംഗമൊക്കെ, അദ്ദേഹത്തിന് വിളിച്ചു പറയല്, വെളിപ്പെടുത്തലുകള്, അപ്പൊ ഇതിലെല്ലാം കൂടി ബുദ്ധിമുട്ടായിട്ട് അന്നത്തെ ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ജില വതൻ കർദിയ, നാട് കടത്തി. उनकी शायरी के तमाम की तराजिम फ्रांसीसी, रूसी, पंजाबी, अंग्रेजी, हिंदी जैसी जुबानों में भी. അപ്പൊ വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹത്തിന്റെ ഷായരികളുടെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഹമ്മദ് ഫറാസ് ഹിന്ദ് और पाक के दोस्ताना ताल्लुकात को फरोग देना चाहते थे. അപ്പൊ അദ്ദേഹം എന്നും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള എന്താണ് ഒരു ദോസ്താന താലൂക്കാത്ത്, ഒരു റിലേഷൻ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്നും ശ്രമിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിരുന്നു. ആർസുമുദ്ദീൻ മീൻസ് ഖ്വാഹിഷ്, താല്പര്യരായിരുന്നു. अपनी वफात से कबल वो कई मरतबा हिंदुस्तान आए. അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹം ജീവിതകാലത്ത് പലതവണ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി മീഡിയ ने उन्हें अमन का सफीर के खिताब से नवाजा. അപ്പൊ ഇന്ത്യൻ മീഡിയ അദ്ദേഹത്തെ അമൻ ക സഫീർ എന്നുള്ള ഒരു खिताब സ്ഥാനപ്പേര് നൽകി ആദരിച്ചിട്ടുണ്ട്. 2004 में जब अहमद फराज हैदराबाद आए तो वहां दायरे में लोगों की जबरदस्त मांग पर अपनी तवील और मशहूर नज्म सुना है, गजल सुना है लोग उसे आंख भर के देखते हैं പഠി. അപ്പൊ അദ്ദേഹം ഹൈദരാബാദിൽ വന്ന സമയത്ത്, അപ്പൊ അദ്ദേഹം 2004 വന്ന സമയത്ത് ഹൈദരാബാദിൽ മുഷായറ നടക്കുകയായിരുന്നു. ആ മുഷായറയില് ആളുകളുടെ ഡിമാൻഡ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സുനാഹെ ലോഗ് ഉസി ആങ്ക് ഭർ കെ ദേഖ്തെ ഹി എന്നുള്ള ഗസൽ അവതരിപ്പിച്ചു. 21वीं सदी के हिंद और पाक के सियासी तनाजुर में ഫറാസ് ने कई नज़में कही है. അപ്പൊ അദ്ദേഹം 21ാം നൂറ്റാണ്ടിൽ നടന്ന, അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങള്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ उन्होंने कई नज़में लिखी है. उनकी शायरी दरअसल लोगों के टूटे हुए दिलों को मलाम का काम करती है. അപ്പൊ അദ്ദേഹത്തിന്റെ ഷായരി എന്ന് പറഞ്ഞാല് ടൂട്ടെ ഹുയെ ദിലോങ്കോ, ആ പൊട്ടിയിട്ടുള്ള ഹൃദയങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ടായി. അപ്പൊ അങ്ങനെ ഇതിന്റെ ഇടക്ക് ഈ ഒരു വേദനിക്കുന്ന, അല്ലെങ്കിൽ ഈ വിഭജനത്തിൽ ഇരകളായിട്ടുള്ള ആളുകളുടെ മനസ്സുകൾക്ക് അതിനൊരു എന്ന് വെച്ചാൽ അതിനൊരു മർഹം ലഗാനേക്ക് लिए, അതിന് പ്രതിവിധി കാണാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ആശ്വാസമേകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഉൻകി നസ്ം സർഹദേം ഉൻകി ഏക് ഉംദ മിസാൽ ഹെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു യുദ്ധങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു കവിതയാണിത്, ഒരു കവിതയാണ് എന്ത്, സർഹദേം എന്നുള്ളത്. ഉസ്കി ഏക് ഉംദ മിസാൽ ഹെ. उनकी वफात 25 अगस्त 2008 ईस्वी को इस्लामाबाद में हुई. अब बड़े ചോദിച്ചേക്കാം അദ്ദേഹത്തിന്റെ വഫാത്ത് കബ് हुई എന്നുള്ളത്. അതുപോലെ उनकी चंद मशहूर नज़मों के नाम लिखिए. हिंदुस्तानी मीडिया ने उनको किस खिताब से नवाजा गया എന്നുള്ളതൊക്കെ. अहमद फराज के कुल 13 ഷീരി മജ്മൂഅ मंजर आम पर आ चुके हैं. 13ഓളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. कुलियात अहमद फराज के नाम से नाम उनके उनके के नाम उनके कलाम को 2005 ईस्वी में शाये किया. അപ്പൊ 2005 അദ്ദേഹത്തിന്റെ കുലിയാത്ത് പ്രസിദ്ധീകരിച്ചത്. फराज की नज़मों में ए मेरे सारे लोगों मत कदर करो आवाजों को, हर्फ की शहादत, कलम सुर्ख रो है, सरहदे, काली दीवार, मैं जिंदा हूँ, बनबास, दुश्मन का कसीदा, नींद वगैरह बड़ी शोहरत हासिल की है. ഇതൊക്കെ ഏറെ പ്രശസ്ത നേടിയിട്ടുള്ള നസ്മുകളാണ്. നൂർ ജഹാൻ, അമാനത്ത് അലി ഖാൻ, ഫരീദ ഖാനം, മെഹദി ഹസൻ, ഗുലാം അലി, ജഗ്ജിത് സിംഗ്, പങ്കജ് ദാസ്, തലത് അസീസ്, റാഹത്ത് ഫതഹ് അലി ഖാൻ.
അപ്പൊ ഇവരൊക്കെ ആരാണ്? മഷൂർ, ഉറുദുക്കെ മഷൂർ തിരിൻ ഗുൽ. അപ്പൊ ഇവരൊക്കെ നല്ല സിംഗേഴ്സ് ആണ്. അപ്പൊ ഉन्हें ഫറാസ് की शायरी को अपनी आवाज ഇവരൊക്കെ ഫറാസിന്റെ കവിതകൾക്ക് ശബ്ദമേകിയവരാണ്. उनकी मशहूर गजल रंजिश की सही का शुमार उर्दू का बेहतरीन അദ്ദേഹത്തിന്റെ രഞ്ജിഷ് ഹി സഹി എന്നുള്ള ഗസൽ അത് ഏറെ പ്രശസ്തമാണ്. ഇനി നമുക്ക് അത് ഇവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഗസലാണ് സുനാഹെ ലോഗ് ഉസെ ആങ്ക് ഭർ കെ ദേഖ്തേ ഹൈ എന്നുള്ളത്. ഇത് കുറച്ച് ലെന്തി ആയിട്ടുള്ള ഗസലാണ്, പക്ഷെ അതിന്റെ സെക്ടറുള്ള ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സുനാഹെ ലോഗ് ഉസെ ആങ്ക് ഭർ കെ ദേഖ്തേ ഹൈ സോ ഉസ് ഷഹർ മേ കുച്ച് ദിൻ ടഹർ കെ ദേഖ്തേ ഹൈ. സുനാഹെ, ആ നമ്മൾ കേട്ടിട്ടുണ്ട്, റൊമാൻറ്റിക് പോയട്രി ഉണ്ടോ? സുനാഹെ ലോഗ് ഉസെ ആങ്ക് ഭർ കെ ദേഖ്തേ ഹൈ. നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകളൊക്കെ എന്താണ് കണ്ണ് നിറയെ കാണുക അവളെ, അല്ലെങ്കിൽ അവരെ, അല്ലെങ്കിൽ അതിനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ഉസ് ഷഹർ മേ കുച്ച് ദിൻ ടഹർ കെ ദേഖ്തേ ഹൈ. അത്ര വല്ലതും കാണാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുച്ച് ദിൻ വഹാ പർ ടഹർ കെ ദേഖ്തേ ഹൈ. കുറച്ച് ദിവസം നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാമല്ലോ എന്ന്. അങ്ങനെ सुना है उसको भी है शेर व शायरी से शौक, उसको शेर व शायरी से बड़ी शौक എന്ന് പറഞ്ഞാൽ ദിൽചസ്പി है, വലിയ കവിതാ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നാണ് നമ്മൾ കേട്ടത്. സോ ഹംലി മോജിസെ അപ്പനെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണല്ലോ, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ എന്ന്. സോ ഹംദി മോജിസെ അപ്പനെ പുനർക്കതയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ എന്ന്. നമുക്ക് നമ്മളുടെ അവരുടെ മുമ്പിൽ ഒന്ന് നോക്കാലോ എന്ന്. സുനാഹെ ബോലെ തോ ബാത്തോं से फूल झड़कते हैं. കേട്ടിട്ടുണ്ട് എന്ത്? अगर वो बात करने लगते हैं, बातचीत करने लगते हैं तो बातों से फूल झड़ते हैं. വാക്കുകൾ എന്താണ്? പൂക്കൾ വിതറും പോലെയാണ്, പൂക്കൾ കൊഴിയും പോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ സംസാരം. ഉദ്ദേശിച്ചത് അത്രയും മധുര മനോഹരമുള്ളതാണ്. ഈ ബാത് ഹേ തോ ചലോ ബാത് കർക്കെ ദേഖ്തേ ഹൈ. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമോ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. सुना है रात उसे चांद तकता रहता है, सितारे बाम में फलक से उतर के देखते हैं. നമ്മൾ കേട്ടിട്ടുണ്ട് സുന ഹെ രാത് ഉസെ ചാന്ദ് തക്താ രഹതാ ഹെ. രാത്രിയായ നക്ഷത്രങ്ങൾ അവളെ നോക്കിക്കൊണ്ടേയാണ് ഇരിക്കാറുള്ളത്. നക്ഷത്രങ്ങളല്ല, ചന്ദ്രൻ. ഓ, സിതാരെ ബാമെ ഫലക് സെ ഉത്തർ കെ ദേഖ്തേ ഹെ. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ പോലും അത് ഇവിടെ താഴോട്ട് ഇറങ്ങിയിട്ട്, ബാമെ ഫലക് എന്ന് പറഞ്ഞാൽ ആസ്മാനിന്റെ തട്ട് എന്നുള്ളതാണ്. അപ്പോ അവിടുന്നൊക്കെ ഇറങ്ങിയിട്ട്, തട്ടപ്പുറത്തൊക്കെ ഇറങ്ങിയിട്ട് താഴേക്ക് വന്നിട്ട് ഉസേ ദേഖ്തേ ഹെ, അങ്ങനെ അത് കാണാറുണ്ട് എന്ന് പറയാണ്. ഉത്തർക്കെ ദേഖ്തേ ഹെ. സുനാ ഹെ ദിൻ കോ ഉസേ തിത്ലിയാ സതാതി ഹെ. നമ്മൾ കേട്ടിട്ടുണ്ട് ദിൻ കോ ഉസേ തിത്ലിയാ സതാതി ഹെ. അവളെ ആര് ഇങ്ങനെയുള്ള തിത്തലിയാണ്, ബട്ടർഫ്ലൈസ് ശല്യം ചെയ്യാറുണ്ട് പകല്. സുനാ ഹെ രാത് കോ ജുഗ്നു ടഹർക്കെ ദേഖ്തേ ഹെ. നമ്മൾ ജുഗ്നു മിന്നാമിന്നി അതും ചെയ്യാറുണ്ട്. രാത് കോ ഉസ്കോ ടഹർക്കെ ദേഖ്തേ ഹെ, നിന്നുകൊണ്ട് കാണാറുണ്ട് എന്നുള്ളത്. सुना है उसके लबों से गुलाब जलते हैं. सो हम बहार पर इल्जाम धर के देखते हैं. सुना है उसके लबों से गुलाब जलते हैं. നമ്മൾ കേട്ടിട്ടുണ്ട് അയാളുടെ ചുണ്ടുകൾ അഥവാ അദ്ദേഹത്തിന്റെ സ്വരം കണ്ടിട്ട് ഗുലാബ് ജലത്തെ ഹെ. ഗുലാബിന് പോലും, റോസാ പൂവിന് പോലും ഒരു അസൂയ തോന്നാറുണ്ട്. അടുത്ത് നോക്കാണ്. സോ ബഹാർ पर भी सो ബഹാർ पर ഇൽസാം ധർ കെ ദേഖ്തേ ഹെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബഹാർ വസന്തത്തെ കുറ്റപ്പെടുത്താം. എന്ന് വെച്ചാല് ഈ ഗുലാബിന് പോലും അസൂയ തോന്നുന്ന വെച്ചാൽ ഗുലാബ് എത്താനായിട്ടാണല്ലോ. സോ ഹം ബഹാർ पर ഇൽസാം ധർ കെ ദേഖ്തേ ഹെ.
നമ്മള് ആ ഒരു വസന്തകാലം, ആ വസന്തകാലത്തിന്റെ പോരായ്മ അത് നമുക്ക് എന്ത് ചെയ്യാം, ചൂണ്ടിക്കാണിക്കാം എന്ന്. ധർക്ക ദേഖ്തേ ഹെ. അപ്പൊ അടുത്ത് പറയുന്നത് സുനാ ഹെ ഉസ്കെ ബദൻ കെ തറാഷ് ഐസി ഹെ. കേട്ടിട്ടുണ്ട് ഉസ്കെ ബദൻ കെ തറാഷ്, അവരുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, തറാഷ് ഐസി ഹെ, അത് ഇത്രയും മാത്രം പോളിഷ്ഡ് ആണ് ഇത്ര. कि फूल अपने कबाए कतर के देखते हैं. പൂക്കൾ പോലും അതിനെ കബായി എന്ന് വെച്ചാൽ അതിന്റെ കവേഴ്സ്, ഡ്രസ്സിങ് എന്നുള്ളതാണ്. ഖത്തർക്കെതിരെ ഖത്തർ എന്ന് പറഞ്ഞാൽ മുറിച്ചുകൊണ്ട് കീറിക്കൊണ്ട് അപ്പൊ അടുക്കൽ ദേഖത്തെ എന്ന് വെച്ചാല് പൂക്കൾ പോലും അതിന്റെ ആ ഒരു പൂവിന്റെ മുട്ടുണ്ടാവില്ല, അതിന്റെ ആ ഒരു കവറിങ് ഉണ്ടാവില്ല, ആ കവറിങ്ങിനെ പോലും എടുത്തിട്ട് പൊട്ടിച്ചിട്ടാവുന്ന ചെയ്യുന്നു, ആ പൂക്കൾ പുറത്തേക്ക് വന്ന് നമ്മുടെ ഈ ഇതിനൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന അർത്ഥം. സുനാഹെ ഉസ്കെ ബദൽ की तराश देखते हैं और के फूल अपने कबाए कतर के देखते हैं. അപ്പൊ ഇദ്ദേഹത്തെ കാണാനുള്ള ആ ഒരു കൊതി. सुना है के शबिस्तान से मुतसिल है बहिश्त मगर उधर के जलवे भी दर देखते हैं. സുന ഹെ ഉസ്കെ ഷബിസ്ഥാൻ സെ, നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ഷബിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഷബ് എന്ന് പറഞ്ഞാൽ രാത്രി, അപ്പൊ രാത്രി താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് അവരുടെ ബെഡ് എന്നുള്ളത് അല്ലെ. സുന ഹെ ഉസ്കെ ഷബിസ്ഥാൻ സെ മുത്തസിൽ ഹെ ബഹിഷ്ത്, ഇവരുടെ വാസസ്ഥലത്ത് ചാരിയാണ് സ്വർഗമുള്ളത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കീൻ ഉധർ കെ ബി ജൽവെ ഇധർ കെ ദേഖ്തേ ഹെ, അവിടെ അപ്പുറത്തുള്ള മക്കീൻ ഉധർ കെ ബി, അപ്പുറത്തുള്ള താമസക്കാർ പോലും ജൽവെ ഇധർ കെ ദേഖ്തേ ഹെ, ഇപ്പുറത്തുള്ള ജൽവകളാണ്, മാസ്മരികതകളാണ് കാണാൻ നോക്കുന്നത് എന്ന്. रुके तो गिरदिशें उसका तवाफ करती है. നിങ്ങൾ रुके तो गिरदिशें उसका तवाफ करती है. എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ, അയാൾ എവിടെയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, तो गिरदिशें उसका तवाफ करती है, ആളുകൾ മുഴുവനും അയാളെ കറങ്ങിക്കൊണ്ടേ നിൽക്കുന്ന വെച്ചാൽ അയാളെ ചുറ്റിക്കൊണ്ടേ നിൽക്കുന്ന വെച്ചാല് അയാളെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാല് ആളുകൾ അത്രയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നു. ചലോ തോ, അങ്ങനെയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചലോ ഉസ്കോ സമാനെ ടഹർക്കെ ദേഖ്തേ ഹെ, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാലോ എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത്, ഇല്ല അയാൾക്ക് അറിയാലോ എന്ന്. कहानियां ही सही सब मुबारक ही सही अगर वो ख्वाब है तो ताबीर करके देखते हैं. അടുത്ത് പറയണത് ഈ പറഞ്ഞതൊക്കെ, ഈ പറഞ്ഞതൊക്കെ എന്താണ്, കഥകളാവട്ടെ, മുബാല ജൂട്ട മുബാലകളാവട്ടെ, പടാച്ചിലാക്കൽക്കാവട്ടെ, ഇതൊക്കെ ആവട്ടെ, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും അഗർ वो ख्वाब है, അല്ല ഇത് സ്വപ്നം കണ്ടതാണെന്നുണ്ടെങ്കിലും താബീർ കർക്ക് ദേഖിയ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും വേണ്ടില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം ഒന്ന് പൂർണ്ണമാക്കിയിട്ട് ശരിക്കും ഈ സ്വപ്നം പോലും സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്, നമുക്കൊന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളത്. अब उसके शहर में टहर के कूच कर टहरे के कूच कर जाए. അല്ല ഇനിയിപ്പോ നമുക്ക് അവരുടെ പട്ടണത്തിൽ താമസിക്കണം, നിന്ന് താമസിക്കണോ, അതൊക്കെ കൂച്ച് കർജായ ബാഹർ നിക്കൽന ചാഹിയെ, നമുക്ക് ഇവിടുന്ന് പുറത്തു പോകണോ അല്ല ഇവിടെ തന്നെ നിൽക്കണമെന്ന്. ഫറാസ് സിതാരെ സഫർ കെ ദേഖ്തേ ഹെ. ഇനി ഫറാസ് അയാളുടെ തന്നെ ഒരു സ്ഥിതിയിൽ പറയുന്നത് ഫറാസ് ആവോ, വരൂ ഫറാസ്, നമുക്ക് എന്ത് ചെയ്യാം, സിതാരെ സഫർ കെ ദേഖ്തേ ഹെ, നമുക്ക് എന്ത് ചെയ്യാം, നക്ഷത്രങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് കാണാമെന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഇവിടെ എന്താണ്, ഒരു റുമാനി ഷായരിയാണ്, റുമാനി ഗസലാണ് ഉള്ളത് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി.